Good afternoon. Good afternoon, ma'am. Ma'am. Sarah, ഞാൻ ചെല്ലാം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. Good afternoon. Sign or thought of the day? ഞാൻ പറയാം മാം. APJ അബ്ദുൽ കലാമിന്റെ ഒരു ടിപ്സ് ആണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. സ്പീക്ക് 5 lines to yourself every morning. എല്ലാ ദിവസവും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ രാവിലെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് വൺ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ. ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. സെക്കൻഡ് വൺ, ടുഡേ ഈസ് മൈ ഡേ. ഇന്ന് എൻ്റെ ദിവസമാണ്. മൂന്നാമത്തത്, ഐ ആം എ വിന്നർ. ഞാനൊരു വിജയിയാണ്. ഐ ആം ദ ബെസ്റ്റ്. ഞാൻ ഏറ്റവും നല്ലൊരാളാണ്, ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്കിത് ചെയ്യാൻ കഴിയും. ഈ 5 കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും സ്വയം രാവിലെ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും അന്നത്തെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് APJ അബ്ദുൽ കലാമിന്റെ ഒരു ടിപ്പാണ്. സൈൻ ഇൻ ബൈ അഞ്ജന. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തേ. ഞാൻ തോട്ട് ഓഫ് ദ ഡേ കൂടി പറയട്ടെ. തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോ. Don't be afraid to ask questions. That's how you learn. ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോവാനും പഠിക്കാനും സാധിക്കുള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഏത് ചാപ്റ്റർ ആയിരുന്നു? ടെൻഡൻസീസ് ഓഫ് മാൻ ആണോ? മാം, ചാപ്റ്റർ 9 ടെൻഡൻസി ഓഫ് മാൻ ആയിരുന്നു. നമ്മള് ടേബിളും പറഞ്ഞിരുന്നു. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടോ? റെക്കോർഡ് സബ്മിഷൻ തോന്നുന്നു. റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ആരൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തു മാം. ഞാൻ ചെയ്തു മാം. ഓക്കെ, എല്ലാവരും പേരായിട്ട് ഓർഡർ വിളിക്കാം. അതേപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ നിങ്ങളുടെ അടുത്ത്, നമ്മുടെ റെക്കോർഡിന്റെ സ്റ്റോറി ഒക്കെ ഉള്ളത്, ആക്ഷൻ സ്റ്റോറി ബുക്ക്, ആക്ഷൻ റൈമിംഗ് ബുക്സ്, അതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. എന്താണെന്നറിയാവോ, ഇപ്പൊ വൈവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. MP3ക്ക് വൈവേ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് വൈവേയില് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മുടെ റെക്കോർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് റെക്കോർഡിലെ വൈവേ നടക്കുകയാണ്. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുമ്പോ ഏകദേശം അറിയാലോ, റൈറ്റ്സ് ഒക്കെ സ്റ്റോറീസ് ഒക്കെ എങ്ങനെ പറയണം എന്നൊക്കെ രീതി നിങ്ങളൊന്ന് പ്രാക്ടീസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വൈവേ വരുമ്പോ. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഇനി ഇങ്ങനെ പറയാൻ സമയം കിട്ടില്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിലപ്പോ വൈവേക്കായിരിക്കും കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്, മുൻകൂട്ടി പറഞ്ഞേട്ടാ. ഓക്കെ മാം, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാം. ഞാൻ കുറെ ക്ലാസ് ആയിട്ട് റെക്കോർഡ് ക്ലാസ് ആണ് കേൾക്കുന്നത്. എനിക്ക് ശരിക്കും ഒരു ക്ലാസ് കേൾക്കാൻ ഒന്നും പറ്റുന്നില്ല. ഞാൻ കേൾക്കുമ്പോഴും കുറച്ച് ക്ലാസ് കയറിയിട്ട് കുറച്ചു നേരം കയറിയിട്ട് ഔട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ കുറെ മുന്നത്തെ ഒരു റെക്കോർഡ് ക്ലാസ്സിൽ കേട്ടപ്പം മാം ഇങ്ങനെ ഒരു ആക്ടിവിറ്റീന്റെ മാതിരി ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ കുട്ടികളെ കൊണ്ടൊന്ന് ലൈവ് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച് നോക്കണം പറഞ്ഞിരുന്നു. പക്ഷെ അതുവരെ പിന്നെ ചെയ്ത് ഞാൻ കണ്ടില്ല ക്ലാസ്സില്. അപ്പൊ അത് കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. അത് ആരെങ്കിലും കുട്ടികളെ അടുത്തുള്ളവർ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികള് നമ്മുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ
അത് ഒരു കുട്ടി ചെയ്യണ പോലെ ചെയ്യുകയാണെങ്കിൽ നാളെ പ്രസന്റ് ചെയ്യാം, മക്കളെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിൻതവറൊക്കെ ആണെങ്കിൽ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അവർക്ക്. അത് ചെയ്യിപ്പിച്ചൊന്ന് കാണിച്ചു തരണം കേട്ടോ ആരെങ്കിലും. ആരാ ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? മാം 3 വയസ്സുള്ള കുട്ടികളെ വേണം, 4 ആയിക്കൂടെ? കുഴപ്പമില്ല, 3 to 6 പറ്റും. മിസ്സേ 3 വയസ്സിന് താഴെയുള്ള ഓക്കെ മാം. വേണ്ട നെക്സ്റ്റ് എന്റെ ക്ലാസ്. മോനെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയിട്ട് ഞാൻ ദാ എന്റെ 4 പിങ്ക് ടവറിന്റെ 4 ക്യൂബായി ഇപ്പൊ ഉള്ളു. ബാക്കിയെല്ലാം ഓൻ പോക്കി കളഞ്ഞത്. ഇനി പിന്നെ എനിക്ക് ഉണ്ടാക്കണം. ഓക്കെ, അത് കുഴപ്പമില്ല. അത് ഞാൻ പറയട്ടെ, ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലേ നമ്മൾ മക്കളെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ടാവില്ലേ, ബർത്ത് ഫ്രെയിം ഒക്കെ. അവളെ ഞാൻ ചെയ്ത് ഞാൻ അങ്ങനെ വെച്ച് കണ്ടിട്ട് അവളെന്നെ വലുത് കൊടുന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ അവള് കളിക്കാൻ പോയിക്കണോ അപ്പുറത്ത് വീട്ടില്, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അവളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കാം. ഓക്കേടാ, അങ്ങനെ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ദീപിക ലെഫ്റ്റ് ആവണ്ട കേട്ടോ, റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയാ. മാം റെക്കോർഡ് കുറച്ചും കൂടി ബാക്കിയുണ്ട് അമ്മേ. ടീച്ചർ മിസ്സേ, കാരണം ഞാൻ കോഴിക്കോടാണ്. എന്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് എനിക്ക് പറ്റുന്നില്ല, ടൈം കിട്ടുന്നില്ല. അപ്പൊ ലാസ്റ്റ് റെക്കോർഡ് കുറച്ചും കൂടി ബാക്കിയുള്ളൂ. ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. ഓക്കേടാ, കംപ്ലീറ്റ് ആക്കണേ. ആ നിങ്ങള് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളിപ്പോ പാർട്ട് 3 ആണ് ഞാൻ എടുത്തോണ്ടിരിക്കണേലോ. ഇതിൽ ഇനിയിപ്പോ ഏതൊക്കെ ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ആവാനിത്? മാം ചാപ്റ്റർ 10 ബാക്കിയുണ്ട്, മോണ്ടിസോറി ടേംസ്. അത് അടുത്ത ദിവസം എടുക്കും. വേറെ 7ാമത്തെ കംപ്ലീറ്റ് ആയോ? മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അതിപ്പോ എടുത്തോണ്ടിരിക്കുക. അത് ജിഷ ടീച്ചർ എടുക്കുന്നുണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും, ഒരു 1.5 മാസത്തൊക്കെ അടുപ്പിച്ചെടുക്കും ക്ലാസ്. തുടങ്ങിയിട്ടുള്ളത് അതെ, കഴിഞ്ഞ ക്ലാസ്സിലാ തുടങ്ങിയത്. അപ്പൊ ടൈം ഉണ്ട്. മോണ്ടിസോറി ടൈംസും കൂടെ അല്ലേ അവിടെ നിന്നുള്ളൂ. അതെ. ഇക്കോളാട്ടോ. ഇനി ഏതെങ്കിലും പാർട്ടിലെ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളത് ഇൻഫോം ചെയ്യണം കേട്ടോ. ഞാൻ മിസ്സായി പോയി കഴിഞ്ഞാലേ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്, നമ്മളിപ്പോ റെക്കോർഡ് അല്ലേ പ്രസന്റ് ചെയ്യാൻ പോകുന്ന? പേരല്ലോ മാം ഞാൻ അന്ന് പ്രസന്റ് ചെയ്തതായിരുന്നു, പിന്നെ ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാ, കയ്യിൽ കൊണ്ടുവന്നിട്ടില്ല. കുഴപ്പമില്ല, അന്ന് പ്രസന്റ് ചെയ്തൊരു കുഴപ്പമില്ല, അല്ലാത്ത കേട്ടോ. കുറെ പേരുണ്ടായിരുന്നു അന്ന് പ്രസന്റ്, 2-3 പേര് ചെയ്തോളൂ. ബാക്കിയുള്ളൊരു പേരൊക്കെ ചെയ്യും. ഓക്കെ, സന ചെയ്തോ, പ്രസന്റ് ചെയ്തോട്ടോ. സന എടാ മോനെ മ്യൂട്ട് ഓൺ ആക്കി കഴിഞ്ഞിട്ട് പിൻ ചെയ്യാറുണ്ട്. പ്രസന്റ് ചെയ്തായിരുന്നു. പേരയച്ചോ കേട്ടോ, പ്രസന്റ് ചെയ്യാനുള്ളവര്. കേട്ടോ മാം? ഓക്കെ, ബട്ടർഫ്ലൈയുടെ ഇമേജ്. കോട്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞു. ഓക്കെ എടാ ബൈൻഡ് ചെയ്യണോ കേട്ടോ. റെക്കോർഡൊക്കെ ഇല്ലേ നമ്മുടെ എല്ലാവരുടെയും റെക്കോർഡ് നല്ല രീതിയിൽ ബൈൻഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. പിങ്കി ഓക്കെ മാം. പ്രസന്റ് ചെയ്തോട്ടാടാ. പ്രസന്റ് ചെയ്യട്ടെ മാം. പിങ്കി പ്രസന്റ് ചെയ്യണില്ലേടാ. ക്യാമറ ഓഫ് ഇതാണ് ട്ടോ. ഓൺ ആണല്ലോ, ക്യാമറ ഓൺ ആണ്. ആണോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഇല്ല മാം. എടാ ക്യാമറ ഓൺ ആയിട്ട് തോന്നണില്ല കേട്ടോ, ഞങ്ങക്ക് കാണാൻ സ്ക്രീൻ കാണുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഒന്നും കൂടി ഞാൻ ഓൺ ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല പിങ്കി. നെറ്റ്വർക്ക് പ്രോബ്ലം തോന്നുന്നു. എനിക്ക് കാണാനുണ്ട്, നമ്മൾ ഓൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്ന പോലെ. ആണോ? ഒന്നും ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യോ? ശരി ശരി. ഞാൻ അടുത്ത ആളെ വിളിക്കാം കേട്ടോ. നീ പറഞ്ഞാൽ മതി. ദീപിക. മാം ഒരു മിനിറ്റ്. മാം ഞാൻ തേർഡ് റെക്കോർഡാണ് കാണിക്കുന്നത് മാം. തേർഡ് റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല മാം. തേർഡ് റെക്കോർഡാണ് ഇത്. ഫോർത്ത് കഴിഞ്ഞാ? ഇല്ല, ഫോർത്ത് ആയിട്ടില്ല മാം. ഫോർത്ത് ആണ് കുറച്ചും കൂടി ബാക്കിയുള്ളത്. തേർഡ് ആയിട്ടുണ്ട്, മൈ കളക്ഷൻ ബുക്ക്. ഓക്കെ, ഫോർത്ത് എത്ര വരെയും കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചാൽ അതും കാണിച്ചു കേട്ടോ. മാം. മാം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് പിക്ചേഴ്സ് ഒക്കെ മുറിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതും കൂടി കാണിക്കാം മാം. ദീപിക ക്യാമറ ഓൺ ആണോ? ഓണാണ് മാം. മാം എനിക്ക് കാണുന്നുണ്ടല്ലോ മാം. അവിടെ കാണാനില്ല. എന്ത് പറ്റിപ്പോയി? കാണുന്നില്ല. വേറെ ആരെങ്കിലും ഒന്ന് ഓൺ ആക്കി ക്യാമറ. റിനീഷ് കാണുന്നുണ്ടല്ലോ. ജിഷയുടെ കണ്ടു ഇപ്പൊ ക്യാമറ. അപ്സ നോക്കി. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, സിൻ ചെയ്തിട്ടാണോ നോക്കട്ടെ. മാം എന്നെ ഇപ്പൊ കാണാണ്ടോ നോക്കിയേ ഒന്ന്. ഞാൻ ലെഫ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് നോക്കൂ എന്നെ. ക്യാമറ ഓൺ ആണോ മോൻ? എനിക്കിപ്പോ സ്ക്രീനിൽ അതിൽ അപ്സന്റെ ക്യാമറ ഓൺ ആയിട്ട് കാണുന്നുണ്ട്. സോറി, അപ്സ അല്ല, റിനീഷയുടെ ക്യാമറ ഓൺ ആയിട്ട് കാണുന്നുണ്ട്. ജിഷയുടെ ക്യാമറ ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലടാ,
മസിൽസ് ആൻഡ് അതർ കിഡ്സ് ബുക്ക് എഴുതിയിട്ട് ഞാൻ റെക്കോർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല അല്ലേ? എന്തോ പ്രോബ്ലം ഉണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ ക്യാമറ ഓൺ ആയവരെ പിൻ ചെയ്യണേ. വിഷമിക്കണ്ട, ലാസ്റ്റ് ടൈം തരാം. നോക്കാം നമുക്കൊന്നും കൂടി. അപ്സ് പ്രസന്റ് ചെയ്തോട്ടോ കേട്ടോ. മ്യൂട്ടാണ്, പറയണൊന്നും കേൾക്കില്ല. ഫോർത്ത് റെക്കോർഡാണ് കേട്ടോ, ഫസ്റ്റത്തെ. കാലണ്ടർ ഞാൻ അത്ര വലിയ വരക്കണ ആളൊന്നുമല്ല കേട്ടോ. എനിക്ക് കിട്ടാത്തതൊക്കെ ഞാൻ തന്നെ വരച്ചിക്ക. ഇതിലേ മിസ്സേ, ഇതിലെ സ്റ്റോറിയുടെ ഒട്ടിക്കാനുള്ളതാണ്. എന്റെ പശ തീർന്നോണ്ട് ഇന്നലെ ഒട്ടിക്കാത്തതിന്റെ അടുത്ത് പിക്ചർ ഉണ്ട്. ഇത്രേ ഉള്ളൂ ഫോർത്ത് റെക്കോർഡ്. തേർഡ് റെക്കോർഡ് പ്രസന്റ് ഇപ്പൊ കാണിക്കണോ? പ്രസന്റ് ചെയ്തോടാ. അഞ്ചെണ്ണം മതിയെന്നാ പറഞ്ഞേ, പക്ഷെ എന്തായാലും ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല, അപ്പൊ എല്ലാതും അങ്ങോട്ട് ഒട്ടിച്ചു. ഇത്രേ ഉള്ളൂ മിസ്സേ. ഓക്കേടാ. ആരാണ്? ഞാനാണ് ആ പിൻ ചെയ്യാട്ടാ, പ്രസന്റ് ചെയ്തോളാം. മുഴുവനായിട്ട് പിടിക്കോടാ. കോഡ്സ് ചെയ്തിട്ടില്ല മിസ്സേ, അത് മാത്രമേ കാണുന്നുള്ളൂ.
താഴത്ത് എഴുതാൻ അല്ല ഉദ്ദേശിച്ചത്? ഇവിടെ എഴുതാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. സ്റ്റോറിയാണ്. ആ സ്റ്റോറിയുടെ മനസ്സിലായി. കഴിഞ്ഞ മിസ്. ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. തേർഡ് റെക്കോർഡ് കാണിക്കണോ മിസ്? എന്താണ് തേർഡ് റെക്കോർഡ് കാണിക്കണോ? തേർഡ് റെക്കോർഡ് മോൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്? ഇല്ല, ചെയ്തിട്ടില്ല. ഇപ്പൊ കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആണ്. അന്ന് പ്രസന്റ് ചെയ്തോ? ഇതൊന്ന് ഹെഡിങ് ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് കച്ചോണ്ട് എഴുതാനുണ്ട്. ഓക്കേടാ, കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അത് മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. എടാ ഒരു മിനിറ്റ്, ഈ തേർഡില് നമ്മൾ പസിൽസ് പസിൽസ് അല്ലല്ലോ, കുറെ കടങ്കഥകളൊക്കെ ഇല്ലേ? അപ്പൊ കടങ്കഥകളൊക്കെ നിങ്ങൾക്ക് സൈനിങ് ആയിട്ട് ചോദിച്ചൂടെ? അത് നല്ലതായി. പറഞ്ഞിടാം. സൈനിങ് ചോദിക്കുക, ഞങ്ങൾക്കും ജനറൽ നോളജ് കൂടും. അടുത്ത ദിവസം ഞാൻ വരുമ്പോ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഒരു കടങ്കഥയും കൊണ്ട് ഞാൻ വരാം. കടങ്കഥല്ല, മാത്തമാറ്റിക്കൽ ഒരു കടങ്കഥ, എന്നുവെച്ചാൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കേട്ടോ. ഞാൻ നോക്കിയിട്ട് വരാം. നിങ്ങളും അതേപോലെ നോക്കിയിട്ട് വരാം കേട്ടോ. മോൻ കംപ്ലീറ്റ് ചെയ്തോട്ടെടാ. ആ ഒരു സെഷൻ വന്നത് ഞാൻ പറഞ്ഞുള്ളൂ. കംപ്ലീറ്റ് ചെയ്തോട്ടെടാ.
നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എത്ര നേരം ഉണ്ടായിരുന്നല്ലോ. ജിഷാന മിസ്സേ ഞാനൊന്ന് കാണിച്ചോട്ടെ. കുഞ്ഞിന് വയ്യേട്ടാ, പെട്ടെന്നൊന്ന് കാണിക്കണം. ഇന്നലെ തൊട്ടേ പനിയും ഓക്കേടാ, ടെമ്പറേച്ചർ. കാണിച്ചു കേട്ടാ. ജിഷ 5 മിനിറ്റ് ഇട്ടാടാ. കറക്റ്റ് ആയെന്ന് അറിയത്തില്ല. ഓക്കെ മിസ്, കഴിഞ്ഞു മിസ്. ഓക്കേടാ. ഡോക്ടറെ കാണിച്ചാ? മോളെ കാണിച്ചാന്ന് ഡോക്ടറിനാ? ഇന്നലെ കാണിച്ച് പിന്നെ ആന്റിബയോട്ടിക് ഒക്കെ തന്നു, പക്ഷെ കുറവില്ല. മരുന്ന് കൊടുക്കും പിന്നെയും അതിന്റെ ഡോസ്. തോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. പനി ഉണ്ട് ആൾക്ക്? പനിയുണ്ട്, നല്ല ചൂട്. ആണല്ലേ. മോന് കാര്യം ഇടയ്ക്ക് നനച്ചു തുടങ്ങണോട്ടോ മേല്. കാരണം എന്താ, ടെമ്പറേച്ചർ ഓൾറെഡി കൂടുതലല്ലേ. കുട്ടിക്ക് ടെമ്പറേച്ചർ അധികം ഒരുപാട് ആക്കണ്ട. പിന്നെ മെഡിസിൻ എത്ര അവേഴ്സ് കൂടുമ്പോ കൊടുക്കണേ? 4 6 മെഡിസിന് 2 നേരമായിട്ടാ പറഞ്ഞേക്കുന്നത്. മറ്റേ പാരസെറ്റാമോൾ അല്ല, അത് കൊടുത്തിട്ട് ചൂട് കുറയുന്നില്ല. അപ്പം പിന്നെ വേറൊരു അതില് ഡോസ് കൂടിയത്, പിന്നെ ആന്റിബയോട്ടിക്കും ഉണ്ട്. മേൽ നനച്ചു തുടങ്ങണം, ചെറു ചൂടുവെള്ളത്തിൽ നനച്ചു തുടങ്ങണം കേട്ടോ ഇടയ്ക്ക്. ടെമ്പറേച്ചർ കൂടുമ്പോഴേ അങ്ങനെ അധികം കൂടണം നല്ലതല്ല. അതുകൊണ്ടാണ് കേട്ടോ. ടെമ്പറേച്ചർ കൂടാതെ നോക്കണം. ടെമ്പറേച്ചർ കൂടുമ്പോ എന്താ പറയാ, പനി ഉള്ളപ്പോ ഭയങ്കരമായിട്ട് പനിക്കാണെങ്കിൽ നനച്ചു തുടക്കുക. ചെറു ചൂടുവെള്ളം എടുക്കാം, നല്ല തുണി എടുത്തിട്ട് നനച്ച് മേൽ നന്നായിട്ട് തുടച്ചു കൊടുക്കാം കേട്ടാ. അല്ലാണ്ട് പൊതിച്ച് വെക്കരുത്. നമ്മളിങ്ങനെ പൊതിച്ചാളെ കുടിക്കരുത്. കാരണം ഇപ്പൊ നല്ല ടെമ്പറേച്ചറും കൂടിയാണല്ലോ. പേടിപ്പിക്കുന്നല്ല, അങ്ങനെ ചൂട് കൂടിക്കഴിഞ്ഞാല് ചിലപ്പോ ചില കുട്ടികൾക്ക് ഫിക്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. നനച്ചു തുടച്ചാൽ മതി. ടെമ്പറേച്ചർ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നാലും അവര് നമ്മളോട് പറയാൻ നനച്ചു തുടക്കി മേലെ മരുന്ന് കൊടുത്തിട്ട് നനച്ചു തുടക്കുകയും ചെയ്യാറ്, ടെമ്പറേച്ചർ കുറയ്ക്കാനായി. ഭയങ്കര ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു വൈറൽ ഫീവർ വീണ്ടും വന്നിട്ടുണ്ട്. എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ചിലപ്പോ തക്കാളിപ്പനിയൊക്കെ, അത് ശ്രദ്ധിക്കണം. കാലിലാണ് കുരുക്കളൊക്കെ. ഓക്കെ, നോക്കണം കേട്ടോ. ചെറിയ കുരുക്കളായിരിക്കും. ശ്രദ്ധിക്കട്ടെ. അപ്പൊ നനച്ചൊന്നും തുടച്ചൊക്കെ കൊടുത്തേക്കും. ഓക്കെ, ഇനി അടുത്ത ആരാണ്? ജിഷാന അല്ലെ? പിൻ ചെയ്തിട്ടാടാ പ്രസന്റ് ചെയ്തോട്ടാ.
കഴിഞ്ഞു മാം. ഓക്കേടാ. ഇനി അടുത്ത ആരാണ്? തക്സീറ. താഹിറ. പ്രസന്റ് ചെയ്തോട്ടാടാ. കാണുന്നില്ലേ? ആടാ, കാണാം. എനിക്ക് തീരെ വരക്കാൻ അറിയില്ല. ഞാൻ എൻ്റെ ഒരു കഴിവിനനുസരിച്ച് വരച്ചതാണ് മാം. ഓക്കേടാ, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞു. ഓക്കേടാ. നമ്മുടെ കൂട്ടത്തിലൊരാള് മോളെ കൊണ്ട് പിങ്ക് ടവർ ചെയ്യുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണത്? റെഡിയല്ലേ? ഞാൻ പിൻ ചെയ്തോട്ടെ. അത് കഴിഞ്ഞ ബാക്കി റെക്കോർഡ് പ്രസന്റ് ചെയ്യാട്ടാ. പിൻ ചെയ്യാൻ ട്ടാ. ചെയ്യട്ടെ? ആ ചെയ്തോ. അയ്യോ, ഒന്നുകൂടെ ചെയ്യും. ചെറുതായിട്ട് ചെറിയുന്നുണ്ട്.
ചെറുതായിട്ട് ശരിയുണ്ട്. ഓർഡർ തെറ്റിയടോ? ഓർഡർ തെറ്റുന്നത് നന്നായിട്ടുണ്ട് വാവേ, നന്നായിട്ടുണ്ട് കേട്ടോ. എന്റെ മോന് 20 വയസ്സായി പോയി. എന്താണ്? ഞാനും ചെയ്യിപ്പിക്കാം എന്റെ മകളെ കൊണ്ട്. പക്ഷെ ഇന്ത്യയില് 2-3 കട്ടകൾ പളങ്ങി പോയിക്കണു. ബാക്കിയുള്ള കട്ടകൾ കൊണ്ട് ചെയ്യിക്കാം. ഞാൻ പിങ്ക് ടവർ എല്ലാം ഉണ്ടാക്കിന്, പക്ഷെ എന്റെ മോന് 20 വയസ്സായി പോയി. ഞാൻ കോഴിക്കോട്ടായോണ്ട് ഇവിടെ പിങ്ക് ടവർ കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ മോളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാമായിരുന്നു. എന്റെ മോൾക്ക് 6 വയസ്സാണ്. അനക്ക് 4 വയസ്സ്. അതൊക്കെ വെക്ക്. നാല് വയസ്സാ പണി വെക്ക്. ഓൾക്ക് തന്നെ പണി. ബാക്കി കട്ടകളൊക്കെ ഞെളിക്ക് പളിക്ക് എത്തിക്കൂടു. ഓക്കേടാ. വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യിക്കുന്നുണ്ടോ? ബട്ടണിങ് ഫ്രെയിമോ കുട്ടികളാരൊക്കെ ചെയ്യിപ്പിച്ചു നോക്കിയോ? ബട്ടൺ ഫ്രെയിം ചെയ്യിപ്പിച്ച് നോക്കി മിസ്സേ, പക്ഷെ ഇപ്പൊ കൊച്ചില്ല, അവൻ ക്ലാസ്സിൽ പോയേക്കണേ. കുഴപ്പമില്ല, ഈ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ പറഞ്ഞാൽ മതി, ചെയ്യിപ്പിക്കാട്ട് ഇതേപോലെ അല്ലേ. ഓക്കെ, ഇതെന്താ മോന് കോഴ്സ് എഴുതിയിട്ടില്ല എന്നാണോ പറഞ്ഞത്? അല്ല മിസ്സേ, നേരത്തെ ഒരു ചേച്ചി കാണിച്ചപ്പോഴേ അതില് കോഡ്സ് എഴുതിയിട്ടില്ലേന്ന് മറന്നുപോയെന്ന് ചോദിച്ചതാ. ഒരെണ്ണം എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നില്ലേ, ബാക്കിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോ നോക്കിയപ്പോ കോഴ്സ് കണ്ടപ്പോ തോന്നി മുകളിലായിട്ട്. ഞാൻ കാണഞ്ഞിട്ടാന്ന് തോന്നുന്നു. തൗഷിദാട്ടാ അടുത്ത പ്രസന്റ് ചെയ്യേണ്ടത്. ചെയ്തോട്ടെ തൗഷിദ. ബോർഡർ കളർ ചെയ്തതിനെ കൊണ്ടല്ലേ പ്രശ്നം ഉണ്ടോ? മാറ്റിയതാണോ?
എന്താടാ കൗശിക എന്തെങ്കിലും പറഞ്ഞോ? ബോർഡർ കളർ ചെയ്ത് നോക്കിയപ്പോ മാച്ച് ചെയ്യണോന്ന്. കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഹസീനല്ലേ? കോഡ്സ് വായിക്കണം കേട്ടോ. കലണ്ടറിൽ നമ്മൾ കൊടുത്ത കോഡ്സ് ഒന്ന് റീഡ് ചെയ്ത് പൊക്കോട്ടോ. ഹസീന എന്താണ് ഇവിടെ? ഞാൻ നേരത്തെ കാണിച്ചത്. ആദ്യം കാണിച്ചല്ലേ? ഓക്കെ ഓക്കെ. ആരെങ്കിലും ഒരാൾ ആ കലണ്ടറിൽ എനിക്ക് കോഡ്സ് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ? കാണിച്ചു തരാനും കുഴപ്പമില്ല. അല്ലെങ്കിൽ അഞ്ചന ചെയ്യോ റീഡ്? മാം ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്റെ കയ്യിലില്ല ഇപ്പോ. ഓക്കെ ഓക്കെ. പിന്നെ ചെയ്തില്ല, പ്രസ് ചെയ്തില്ല. യെസ് മാം. ഞാനൊന്ന് ഓടുക നോക്കട്ടെ കേട്ടാ. വീഡിയോ ഓൺ ചെയ്ത് നോക്കട്ടെ. മിസ് കേക്കാണ്ടോ? കാണാൻ പറ്റുന്നില്ല. ഇല്ലാട്ടാടാ. റേഞ്ചിന്റെ ഇഷ്യൂ കാരണം, അല്ലാതെ വേറെ ഉള്ളവർക്ക് പറ്റുന്നുണ്ടല്ലോ. കാണാണ്ടോ ഇല്ലാടാ മാം? ഇല്ല എനിക്ക് കാണുന്നുണ്ട്. എന്താണോ പ്രോബ്ലം? അപ്പോ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ആവുന്നില്ല. എന്താണോ റേഞ്ചിന്റെ എന്തെങ്കിലായിരിക്കും. വേറെ ആരെങ്കിലും മിസ് ആയിട്ടുണ്ട് കാണിക്കാൻ, പ്രസന്റ് ചെയ്യാൻ? ഞാൻ വായിക്കണം മിസ്സേ. കോഡ്സ് നമുക്ക് പിങ്കിനെ കൊണ്ട് വായിപ്പിച്ചാലോ? പിങ്കിനെ കൊണ്ട് സൗണ്ട് കേൾക്കണ്ടല്ലോ. പിങ്കി പറഞ്ഞോളൂ. മാം അത് കഴിഞ്ഞിട്ട് ഞാനും കൂടി ഒന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കാം റെക്കോർഡ്. എനിക്കും നേരത്തെ പറ്റിയില്ല. എന്താണ് മാം? ഞാൻ ഇപ്പം കുറച്ചു മുന്നേ റെക്കോർഡ് കാണിക്കാൻ നോക്കിയിട്ട് ക്ലിയർ ആയില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. അല്ല പോലെ വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കിക്കോ, അത് കുഴപ്പമില്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം. ദീപിയുടെ വീഡിയോ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പിങ്കി ആ കോഡ്സ് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. ശരി. മാം ഇപ്പൊ ദീപിക കാണിക്കുന്നുണ്ടോ ഇപ്പൊ ഈ സമയത്ത്? വീഡിയോ കാണിക്കണം. ഒരു കോഡ്സ് റീഡ് ചെയ്താൽ മതി. നമ്മള് മന്ത്സിന്റെ കലണ്ടറിൽ കോഡ്സ് എഴുതിയിട്ടുണ്ടല്ലോ ഓരോ കലണ്ടറിൽ. അപ്പൊ ജനുവരിയിൽ ഇന്ന കോഡ്സ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ റീഡ് ചെയ്ത് പോക്കോട്ടാ. റീഡ് ചെയ്യട്ടെ? ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? Okay. Children should have pens in their hands, not tools. Every child deserves a childhood free from exploitation and abuse. The only way to end child labor is to ensure that all children have access to education and opportunities. Child labor is a crime. Let's stop it together. Let the child learn knowledge, not money. Say no to child labor, yes to education. Child labor is child abuse. A child's hands are too small to work.
Education is their birthright. No child should be forced to work. They should be free to play and learn. Let us sacrifice our today so that our children can have a better tomorrow. Every child comes with the message that God is not yet discouraged of man. Thank you, ma'am. ഓക്കേടാ. നമ്മുടെ ഇന്ന് ഇനി റെക്കോർഡ് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് മിസ്സേ, കാണിച്ചിട്ട്. ഫാത്തിമ അല്ല, ഞാൻ വിട്ടുപോയതായിരിക്കും കേട്ടാ. വിട്ടുപോയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഫാത്തിമ കഴിഞ്ഞിട്ട് സ്മിത ഉണ്ട്. ഫാത്തിമ സ്മിത. ഓക്കെ, ഫാത്തിമ പ്രസന്റ് ചെയ്തോട്ടോ. കാണോ മിസ്സേ? കാണാണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കിഡ്സ് ആക്ടിവിറ്റി പ്രസന്റ് ചെയ്തോട്ടോ. നമുക്ക് കോഡ്സും റീഡ് ചെയ്തോട്ടാടാ. ഓക്കെ, സൗണ്ട് ഇച്ചിരി പ്രോബ്ലം ആണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. എന്നാ കുഴപ്പമില്ല. സൗണ്ട് പ്രോബ്ലം ഉണ്ട് മിസ്സേ, വായിക്കാൻ പറ്റാൻ. കുഴപ്പമില്ല. ഇനി ആരാ പ്രസന്റ് ചെയ്യണോ? സ്മിത അല്ലേ? ആ മാം, കാണിക്കട്ടെ. പക്ഷെ ഞാൻ ഇതില് കലണ്ടറിലെ കോഡ്സ് എഴുതിയിട്ടില്ല. പിന്നെ ABCD നമ്മള് ബാക്കിൽ ഒരു കളർ കൊടുക്കുന്നില്ലേ, ABCD ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എഴുതി കഴിഞ്ഞതാണ്. കളറ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണിക്കാം. ഓക്കേടാ. കോഡ്സ് എന്തായാലും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത അടുത്ത ക്ലാസ്സിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ചൈൽഡ് ലേബറിനെ കുറിച്ച് കോഴ്സ് നിങ്ങളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് അത് വൈവയുടെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല എന്റെ മോനെ. കാണുന്നില്ല? ഇല്ല. പിങ്കിക്ക് വെള്ളം വന്ന പോലെ തന്നെയാണ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. പിങ്കിക്കും വേറെ ആർക്കൊക്കെയായിരുന്നു പ്രശ്നം? ദൈവമേ, രാത്രി 12 മണി വരെ വർക്ക് കഴിഞ്ഞാലാക്കിയതാ. ഞാൻ നല്ല ചേച്ചിക്ക് 12 മണിക്ക് മെസ്സേജ് ചെയ്തപ്പോഴും ചേച്ചി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു.
എടാ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാണിക്കാൻ പറ്റാത്തതില്. കാണുന്നില്ല. വേറെ ആരെയും കാണുന്നുണ്ടോ? എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ? ഇല്ല, സ്മിതേച്ചിനെ കാണാനില്ല. അയ്യോ, എന്ത് ചെയ്യൂ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ പറ്റാത്തവർക്ക് ആദ്യം ഞാൻ തരാം. പിങ്കി, സ്മിത, പിന്നെ ആരായിരുന്നത്? ദീപിക. ദീപിക അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കും. സോ അതുകൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ടൈം തരാട്ടാടാ, ലാസ്റ്റ് ഒക്കെ ആയിട്ട്. വേറെ ദിവസം ഉണ്ടല്ലോ. മാം ഞാൻ ചെയ്യാം. ഓക്കേടാ, കേട്ടാ ആള് നേരത്തെ പറഞ്ഞേ പിൻ ചെയ്തിട്ട് അബാക്കസ് വന്നിട്ട് പ്രസന്റ് ചെയ്തോട്ടാടാ. ക്യാമറ ഓൺ ചെയ്തോ. ഓക്കെ, മുഷ്ന അബാക്കസ് കാണുന്നുണ്ട് കേട്ടാടാ. പേരെന്താണ്? മുഹസിന. മുസ്ലിം അല്ലടാ, വേറെ പ്രശ്നമില്ലേ? ഇപ്പൊ ചെയ്തോളാന്ന് പറഞ്ഞത്. നസ്രത്ത്. എന്താണ്? നസ്രത്ത്. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ? ക്യാമറ കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ക്യാമറ ഓൺ ആണോ? അതെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എല്ലാവർക്കും. നഷ്റത്ത് ക്യാമറ ഓൺ ചെയ്താടാ. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നഷ്റത്ത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നസ്രത്ത് മൈക്ക് ഓഫ് ആണ്. മ്യൂട്ട് ആണ്. ക്യാമറ ഓൺ ചെയ്താ? ക്യാമറ ഓൺ ചെയ്തു. അതാ പിന്നീട് മറ്റേ കൃഷ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ. മോന്റെ ക്യാമറ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാണുന്നില്ല? ഇല്ല. നെക്സ്റ്റ് ക്ലാസ്സില് ഓക്കേടാ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സില് നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടാടാ. ക്യാമറ ഓൺ ആയിട്ട് കാണുന്നില്ല, അത് മിക്കവർക്കും ഉണ്ടായ ഇഷ്യൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാവേ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാമോ? ഓക്കെ, പറഞ്ഞോടാ. Your potential is limitless. Believe in yourself and turn your efforts into excellence. നിങ്ങളുടെ സാധ്യതകൾ പരിധിയില്ലാത്തതാണ്. നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ശ്രമങ്ങളെ മികവിലേക്ക് മാറ്റുക. സൈൻ ഔട്ട് ബൈ അഞ്ജന. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.